നമസ്കാരം, എല്ലാവർക്കും ബാസീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള സാഹിത്യവുമായി ബന്ധപ്പെട്ട എഴുത്തുകാരും അവരുടെ തൂലികാ നാമങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് PC കുട്ടിക്കൃഷ്ണൻ. അപ്പോൾ ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് PC കുട്ടിക്കൃഷ്ണൻ. അടുത്തത് ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യു ആണ്. ഏകലവ്യൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് KM മാത്യു. അതുപോലെ തുപ്പേട്ടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് M സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. തുപ്പേട്ടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആളാണ് M സുബ്രഹ്മണ്യൻ നമ്പൂതിരി. അടുത്തത് ഒളപ്പമണ്ണ. ഒളപ്പമണ്ണ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടാണ്. മാറിപ്പോകരുത്. തുപ്പേട്ടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് M സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടുമാണ്. അടുത്തത് തിക്കൊടിയൻ. തിക്കൊടിയൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? P കുഞ്ഞനന്ദൻ നായരാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് P കുഞ്ഞനന്ദൻ നായർ. അടുത്തത് സേതു. സേതു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് സേതുമാധവനാണ്. സേതുമാധവൻ. തോപ്പിൽ ഭാസി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഭാസ്കരൻ പിള്ള. അപ്പോൾ തോപ്പിൽ ഭാസി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ഭാസ്കരൻ പിള്ളയാണ്. അപ്പം നമുക്കൊന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാം. ഉറൂബ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് PC കുട്ടിക്കൃഷ്ണൻ. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഏകലവ്യൻ എന്നറിയപ്പെടുന്നത് KM മാത്യു ആണ്. അതുപോലെ തുപ്പേട്ടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് M സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും ഒളപ്പമണ്ണ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടുമാണ്. തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് P കുഞ്ഞനന്ദൻ നായർ. അതുപോലെ സേതു എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് സേതുമാധവനാണ്. തോപ്പിൽ ഭാസി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഭാസ്കരൻ പിള്ള. ഭാസ്കരൻ പിള്ള. അടുത്തത് നന്ദനാർ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് PC ഗോപാലൻ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടത് PC ഗോപാലനാണ്. അടുത്തത് പാറപ്പുറത്ത്. പാറപ്പുറത്ത് എന്ന തൂലികാ നാമം KE മത്തായിയുടേതാണ്. പാറപ്പുറം എന്ന തൂലികാ നാമം KE മത്തായിയുടേതാണ്. അടുത്തത് പമ്മൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് R പരമേശ്വരൻ നായർ. പമ്മൻ. പമ്മൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് R പരമേശ്വരൻ നായരാണ്. അടുത്തത് P എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. P എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. അപ്പോൾ P എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. പ്രത്യേകം ഓർക്കുക, തിക്കൊടിയൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് P കുഞ്ഞനന്ദൻ നായരാണ്. അപ്പോൾ P കുഞ്ഞനന്ദൻ നായരുടെ തൂലികാ നാമമാണ് തിക്കൊടിയൻ. അതുപോലെ P കുഞ്ഞിരാമൻ നായരുടെ തൂലികാ നാമമാണ് P എന്നത്. അടുത്തത് മാലി. മാലി എന്നത് V മാധവൻ നായരുടെ തൂലികാ നാമമാണ്. അപ്പോൾ V മാധവൻ നായരുടെ തൂലികാ നാമമാണ് മാലി. അപ്പോൾ മാലി എന്ന തൂലികാ നാമം V മാധവൻ നായരുടേതാണ്. അടുത്തത് മാധവ്. മാധവ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് P മാധവൻ നായർ. അപ്പോൾ P മാധവൻ നായർ P മാധവൻ നായർ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? തൂലികാ നാമം മാധവ് എന്നാണ് കേട്ടോ. മാധവ് എന്നാണ്. അപ്പം മാലി ഓർക്കുക, മാലി എന്ന തൂലികാ നാമം V മാധവൻ നായരുടേതാണ്. മാധവ് എന്ന തൂലികാ നാമം P മാധവൻ നായരുടേതാണ്. അത് മാറിപ്പോകരുത് കേട്ടോ. ഇത് രണ്ടും മാറിപ്പോകാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം P മാധവൻ നായരുടെ തൂലികാ നാമമാണ് മാധവ്. V മാധവൻ നായരുടെ തൂലികാ നാമമാണ് മാലി എന്നത്. അടുത്തത്
KB അബൂബക്കറിൻ്റെ തൂലികാനാമമാണ് മലബാറി. അപ്പോൾ KB അബൂബക്കർ അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് മലബാറി. അപ്പം മലബാറി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരനാണ് KB അബൂബക്കർ. അടുത്തത് സഞ്ജയൻ. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് MR നായരാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് MR നായർ. അപ്പോൾ MR നായരുടെ തൂലികാനാമമാണ് സഞ്ജയൻ എന്നത്. അടുത്തത് സരസകവി. സരസകവി എന്നത് മൂലൂർ S പത്മനാഭ പണിക്കരുടെ തൂലികാനാമമാണ്. അപ്പം മൂലൂർ S പത്മനാഭ പണിക്കരുടെ തൂലികാനാമമാണ് സരസകവി എന്നത്. അപ്പം മൂലൂർ പത്മനാഭ പണിക്കരുടെ തൂലികാനാമം സരസകവി എന്നാണ്. അതുപോലെ വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് MK മേനോനാണ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് MK മേനോനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് MK മേനോനാണ്. അതുപോലെ ONV എന്നും ബാലമുരളി എന്നുമൊക്കെ അറിയപ്പെട്ടിരുന്നത് ON വേലുക്കുറുപ്പാണ്. അപ്പോൾ ONV എന്നത് തൂലികാനാമമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു തൂലികാനാമമാണ് ബാലമുരളി. അപ്പോൾ ONV എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ONVയുടെ യഥാർത്ഥ പേരാണ്, ഫുൾ നെയിമാണ് ON വേലുക്കുറുപ്പ് എന്നത്. അപ്പോൾ ബാലമുരളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ബാലമുരളി എന്ന തൂലികാനാമം ആരുടേതാണ്? ON വേലുക്കുറുപ്പിൻ്റേതാണ്. അടുത്തത് VKN. VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് VK നാരായണൻ കുട്ടി നായരാണ്. അപ്പോൾ VKN എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് VK നാരായണൻ കുട്ടി നായരാണ്. അടുത്തത് സിനിക്ക്. സിനിക്ക് എന്ന തൂലികാനാമം M വാസുദേവൻ നായരുടേതാണ്. സിനിക്ക് എന്ന തൂലികാനാമം M വാസുദേവൻ നായരുടേതാണ്. അടുത്തത് സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ലീല നമ്പൂതിരിപ്പാടാണ്. സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ലീല നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ നമുക്ക് ഇത്ര കൂടി ഒന്ന് നോക്കാം. അപ്പോൾ പമ്മൻ എന്നത് R പരമേശ്വരൻ നായരുടെ തൂലികാനാമമാണ്. അതുപോലെ P എന്നത് P കുഞ്ഞിരാമൻ നായരുടേതാണ്, ഓർക്കുക. തിക്കൊടിയൻ എന്നത് P കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ്. അടുത്തത് മാലി. V മാധവൻ നായരുടെ തൂലികാനാമമാണ് മാലി. അതുപോലെ P മാധവൻ നായരുടെ തൂലികാനാമം മാധവാണ്. KB അബൂബക്കറിൻ്റെ തൂലികാനാമമാണ് മലബാറി. MR നായരുടെ തൂലികാനാമമാണ് സഞ്ജയൻ. അതുപോലെ മൂലൂർ S പത്മനാഭ പണിക്കരുടെ തൂലികാനാമമാണ് സരസകവി എന്നത്. MK മേനോൻ്റെ തൂലികാനാമമാണ് വിലാസിനി. അതുപോലെ ബാലമുരളി, ONV എന്നതൊക്കെ ON വേലുക്കുറുപ്പിൻ്റെ തൂലികാനാമങ്ങളാണ്. അടുത്തത് നമ്മൾ പറഞ്ഞത് VK നാരായണൻ കുട്ടി നായരുടെ തൂലികാനാമമാണ് VKN. M വാസുദേവൻ നായരുടെ തൂലികാനാമമാണ് സിനിക്ക്. സിനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ M വാസുദേവൻ നായരുടെ തൂലികാനാമം സിനിക്ക് എന്നാണ്. ലീല നമ്പൂതിരിപ്പാടിൻ്റെ തൂലികാനാമമാണ് സുമംഗല. അപ്പോൾ സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ലീല നമ്പൂതിരിപ്പാടാണ്. അടുത്തത് കൽക്കി. കൽക്കി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് R കൃഷ്ണമൂർത്തിയാണ് കേട്ടോ. അപ്പോൾ R കൃഷ്ണമൂർത്തിയുടെ തൂലികാനാമമാണ് കൽക്കി എന്നത്. R കൃഷ്ണമൂർത്തിയുടെ തൂലികാനാമമാണ് കൽക്കി. അടുത്തത് കോഴിക്കോടൻ. കോഴിക്കോടൻ എന്ന തൂലികാനാമം K അപ്പുക്കുട്ടൻ നായരുടേതാണ്. അപ്പോൾ K അപ്പുക്കുട്ടൻ നായരുടെ തൂലികാനാമമാണ് കോഴിക്കോടൻ എന്നത്. അടുത്തത് സൈക്കോ. സൈക്കോ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് E മുഹമ്മദ്. E മുഹമ്മദിൻ്റെ തൂലികാനാമമാണ് സൈക്കോ എന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് കൽക്കി എന്നത് R കൃഷ്ണമൂർത്തിയുടെ തൂലികാനാമമാണ്. കോഴിക്കോടൻ എന്നുള്ളത് K അപ്പുക്കുട്ടൻ നായരുടെ തൂലികാനാമമാണ്. E മുഹമ്മദിൻ്റെ തൂലികാനാമമാണ് സൈക്കോ എന്നത്. അടുത്തത് T ഉബൈദ്.
ടി ഉബൈദ് എന്നത് അബ്ദുൾ റഹ്മാൻ്റെ തൂലികാനാമമാണ്. ടി ഉബൈദ് എന്നത് അബ്ദുൾ റഹ്മാൻ്റെ തൂലികാനാമമാണ്. പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ഒന്ന് ഓർത്തോളൂ കേട്ടോ, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രഭ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അടുത്തത് മീശാൻ. മീശാൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് കെ എസ് കൃഷ്ണപിള്ളയാണ്. അപ്പോൾ കെ എസ് കൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് മീശാൻ. അടുത്തത് പി കെ. പി കെ എന്നത് പി കെ നാരായണ പിള്ളയുടെ തൂലികാനാമമാണ്. അപ്പോൾ പി കെ നാരായണ പിള്ളയുടെ തൂലികാനാമമാണ് പി കെ. അടുത്തത് ഇ വി. ഇ വി കൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് ഇ വി. ഇ വി കൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് ഇ വി എന്നത്. അതുപോലെ വൈശാഖൻ. വൈശാഖൻ ഒന്ന് പഠിച്ചേക്കണം കേട്ടോ. വൈശാഖൻ എന്നത് എം കെ ഗോപിനാഥൻ നായരുടെ തൂലികാനാമമാണ്. അപ്പോൾ എം കെ ഗോപിനാഥൻ നായരുടെ തൂലികാനാമമാണ് വൈശാഖൻ. അപ്പോൾ വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് എം കെ ഗോപിനാഥൻ നായരാണ്. ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് എം കെ ഗോപിനാഥൻ നായരാണ്. അടുത്തത് സുരേന്ദ്രൻ. സുരേന്ദ്രൻ എന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ തൂലികാനാമമാണ്. സുരേന്ദ്രൻ എന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ തൂലികാനാമമാണ്. ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ തൂലികാനാമമാണ് സുരേന്ദ്രൻ. അപ്പോൾ സുരേന്ദ്രൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. അടുത്തത് ബോധേശ്വരൻ. ബോധേശ്വരൻ. ബോധേശ്വരൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് കേശവപിള്ളയാണ്. ബോധേശ്വരൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് കേശവപിള്ളയാണ്. അപ്പോൾ കേശവപിള്ളയുടെ തൂലികാനാമമാണ് ബോധേശ്വരൻ എന്നത്. അടുത്തത് മുല്ലനേഴി. മുല്ലനേഴി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് നീലകണ്ഠൻ നമ്പൂതിരിയാണ്. മുല്ലനേഴി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് നീലകണ്ഠൻ നമ്പൂതിരിയാണ്. അടുത്തത് മുരളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈലോപ്പിള്ളിയാണ്. വൈലോപ്പിള്ളിയുടെ തൂലികാനാമമാണ് മുരളി എന്നത്. ഒന്ന് ഓർത്തേക്കുക, മുരളി എന്നത് വൈലോപ്പിള്ളിയുടെ തൂലികാനാമമാണ്. അടുത്തത് തുളസീവനം. തുളസീവനം എന്നത് ആർ രാമചന്ദ്രൻ്റെ തൂലികാനാമമാണ്. അപ്പോൾ ആർ രാമചന്ദ്രൻ്റെ തൂലികാനാമമാണ് തുളസീവനം. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഇടപ്പള്ളി. നമുക്കറിയാം, ഇടപ്പള്ളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയത് രാഘവൻ പിള്ളയാണ്. അപ്പോൾ ഇടപ്പള്ളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് രാഘവൻ പിള്ളയാണ്. അടുത്തത് പി അയ്യനേത്ത്. പി അയ്യനേത്ത് എന്ന പേരിൽ രചനകൾ നടത്തിയ വ്യക്തിയാണ് എ പി പത്രോസ്. അപ്പോൾ എ പി പത്രോസിൻ്റെ തൂലികാനാമമാണ് പി അയ്യനേത്ത് എന്നത്. അടുത്തത് കുവെമ്പ്. കുവെമ്പ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് കെ വി പുട്ടപ്പയാണ്. അപ്പോൾ കുവെമ്പ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് കെ വി പുട്ടപ്പയാണ്. അടുത്തത് കുറ്റിപ്പുറം. അപ്പോൾ കേശവൻ നായരുടെ തൂലികാനാമമാണ് കുറ്റിപ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റിപ്പുറം എന്നത് കേശവൻ നായരുടെ തൂലികാനാമമാണ്. അടുത്തത് പാല. പാല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് നാരായണൻ നായരാണ്. അപ്പോൾ നാരായണൻ നായരുടെ തൂലികാനാമമാണ് പാല എന്നത്. നാരായണൻ നായരുടെ തൂലികാനാമമാണ് പാല. അടുത്തത് സുമിത്ര. സുമിത്ര എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സുമിത്ര എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് കേട്ടോ. അപ്പോൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ തൂലികാനാമമാണ് സുമിത്ര എന്നത്. അപ്പോൾ സുമിത്ര എന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ തൂലികാനാമമാണ്. അടുത്തത് ആർ സുരേന്ദ്രൻ. ആർ സുരേന്ദ്രൻ്റെ തൂലികാനാമമാണ് ആർസു.
ആർ സുരേന്ദ്രൻ്റെ തൂലികാനാമമാണ് ആർസു. ഓർക്കുക, ആർ സുരേന്ദ്രൻ്റെ തൂലികാനാമമാണ് ആർസു. അപ്പോൾ ആർസു എന്ന തൂലികാനാമം ആർ സുരേന്ദ്രൻ നായരുടേതാണ്. അപ്പോൾ ആർ സുരേന്ദ്രൻ നായരുടെ തൂലികാനാമമാണ് ആർസു. അപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരെണ്ണമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു EMS നമ്പൂതിരിപ്പാടിൻ്റെ തൂലികാനാമമായ സുരേന്ദ്രൻ. അപ്പോൾ സുരേന്ദ്രൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. ആർ സുരേന്ദ്രൻ എന്നറിയപ്പെടുന്നത് ആർസു ആണ്. അപ്പോൾ ആർസു എന്ന തൂലികാനാമം ആർ സുരേന്ദ്രൻ്റേതാണ്. അടുത്തത് ആറ്റൂർ. ആറ്റൂർ എന്ന തൂലികാനാമം നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം കൃഷ്ണപിഷാരടിയാണ്. അപ്പോൾ ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ് കേട്ടോ. അപ്പോൾ ആറ്റൂർ എന്ന തൂലികാനാമം കൃഷ്ണപിഷാരടിയുടേതാണ്. അടുത്തത് ബെന്യാമിൻ. ബെന്യാമിൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് ബെന്നി ഡാനിയേൽ. അപ്പോൾ ബെന്നി ഡാനിയേലിൻ്റെ തൂലികാനാമമാണ് ബെന്യാമിൻ. അപ്പോൾ ബെന്നി ഡാനിയേൽ എന്ന സാഹിത്യകാരൻ്റെ തൂലികാനാമമാണ് ബെന്യാമിൻ. അടുത്തത് കൊടുപ്പുന്ന. കൊടുപ്പുന്ന എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ഗോവിന്ദ ഗണകനാണ്. അപ്പോൾ കൊടുപ്പുന്ന എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ഗോവിന്ദ ഗണകനാണ്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഇപ്പോൾ സുരേന്ദ്രൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. ബോധേശ്വരൻ എന്ന തൂലികാനാമം കേശവപിള്ളയുടേതാണ്. മുല്ലനേഴി എന്ന തൂലികാനാമം നീലകണ്ഠൻ നമ്പൂതിരിയുടേതാണ്. അതുപോലെ വൈലോപ്പിള്ളിയുടെ തൂലികാനാമമാണ് മുരളി. മുരളി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈലോപ്പിള്ളിയാണ്. തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആർ രാമചന്ദ്രനാണ്. തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആർ രാമചന്ദ്രൻ. അടുത്തത് ഇടപ്പള്ളി എന്ന തൂലികാനാമം ഉപയോഗിച്ചിരുന്നത് രാഘവൻ പിള്ളയാണ്. ഇടപ്പള്ളി എന്ന തൂലികാനാമം ഉപയോഗിച്ചിരുന്നത് രാഘവൻ പിള്ളയാണ്. അതുപോലെ പി അയ്യനേത്ത് എന്ന തൂലികാനാമം AP പത്രോസിൻ്റേതാണ്. അപ്പോൾ AP പത്രോസിൻ്റെ തൂലികാനാമമാണ് പി അയ്യനേത്ത്. അടുത്തത് കുവെമ്പ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് KV പുട്ടപ്പയാണ്. അപ്പോൾ കുവെമ്പ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടത് KV പുട്ടപ്പയാണ്. അടുത്തത് കുറ്റിപ്പുറം എന്ന തൂലികാനാമം കേശവൻ നായരുടേതാണ്. കുറ്റിപ്പുറം എന്ന തൂലികാനാമം കേശവൻ നായരുടേതാണ്. അടുത്തത് നാരായണൻ നായരുടെ തൂലികാനാമമാണ് പാല. നാരായണൻ നായരുടെ തൂലികാനാമമാണ് പാല. പിന്നീട് നമ്മൾ പഠിച്ചത് സുമിത്ര എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. സുമിത്ര എന്ന തൂലികാനാമം മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റേതാണ്. അടുത്തത് G എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ G ശങ്കരക്കുറുപ്പിൻ്റെ തൂലികാനാമമാണ് G എന്നത്. അടുത്തത് സാഹിത്യ പഞ്ചാനനൻ, ഇമ്പോർട്ടൻ്റ് ആണ്. സാഹിത്യ പഞ്ചാനനൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PK നാരായണ പിള്ളയാണ്. അപ്പോൾ PK നാരായണ പിള്ളയുടെ തൂലികാനാമമാണ് സാഹിത്യ പഞ്ചാനനൻ. സാഹിത്യ പഞ്ചാനനൻ അതാരുടെ തൂലികാനാമമാണ്? PK നാരായണ പിള്ളയുടെ തൂലികാനാമമാണ്. അടുത്തത് ത്രിലോക സഞ്ചാരി. EV കൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് ത്രിലോക സഞ്ചാരി എന്നത്. അപ്പോൾ EV കൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് ത്രിലോക സഞ്ചാരി. അടുത്തത് ഡൊമനിക് ചാക്കോ കിഴക്കേമുറിയുടെ തൂലികാനാമമാണ് DC കിഴക്കേമുറി എന്നത്. ഡൊമനിക് ചാക്കോ കിഴക്കേമുറിയുടെ തൂലികാനാമമാണ് DC കിഴക്കേമുറി. അടുത്തത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓംചേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് N നാരായണപിള്ള. അപ്പോൾ N നാരായണപിള്ളയുടെ തൂലികാനാമമാണ് ഓംചേരി. N നാരായണപിള്ളയുടെ തൂലികാനാമമാണ് ഓംചേരി. അടുത്തത് കപിലൻ എന്നത് K പത്മനാഭൻ നായരുടെ തൂലികാനാമമാണ്. അപ്പോൾ K പത്മനാഭൻ നായരുടെ തൂലികാനാമമാണ് കപിലൻ. K പത്മനാഭൻ നായരുടെ തൂലികാനാമമാണ് കപിലൻ. അടുത്തത് EJ ഫിലിപ്പ് എന്നത് കാനത്തിൻ്റെ തൂലികാനാമമാണ് EJ ഫിലിപ്പ്. കാനം
PJ ഫിലിപ്പിൻ്റെ തൂലികാ നാമമാണ് കാനം. അപ്പോൾ കാനം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് EJ ഫിലിപ്പ് എന്ന് ഓർക്കുക. അപ്പോൾ കാനം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന സാഹിത്യകാരനാണ് EJ ഫിലിപ്പ്. അല്ലെങ്കിൽ EJ ഫിലിപ്പ് എന്ന തൂലികാ നാമത്തിൽ EJ ഫിലിപ്പിൻ്റെ തൂലികാ നാമമാണ് കാനം എന്നത്. ഓക്കെ, അടുത്തത് കാക്കനാടൻ. കാക്കനാടൻ എന്ന തൂലികാ നാമം ജോർജ് വർഗീസിൻ്റേതാണ്. അപ്പോൾ കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ജോർജ് വർഗീസ്. അപ്പോൾ കാക്കനാടൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ജോർജ് വർഗീസാണ്. അടുത്തത് കട്ടക്കയം. കട്ടക്കയം എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് അറിയാം കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ്. നമ്മൾ കട്ടക്കയം എന്ന് പറയുമ്പോഴേ നമുക്കത് ചെറിയാൻ മാപ്പിള എന്ന് കയറി വരും. അപ്പോൾ കട്ടക്കയം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ചെറിയാൻ മാപ്പിളയാണ്, ചെറിയാൻ മാപ്പിള. അടുത്തത് കേസരി. കേസരി എന്ന തൂലികാ നാമം ബാലകൃഷ്ണ പിള്ളയുടേതാണ്. അപ്പോൾ കേസരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ബാലകൃഷ്ണ പിള്ളയാണ്. അടുത്തത് ചെറുകാട്. ചെറുകാട് ഇമ്പോർട്ടൻ്റ് ആണ്. ചെറുകാട്. അപ്പോൾ ചെറുകാട് എന്ന തൂലികാ നാമം സി ഗോവിന്ദ പിഷാരടിയുടേതാണ്. ചെറുകാട് എന്ന തൂലികാ നാമം സി ഗോവിന്ദ പിഷാരടിയുടേതാണ്. അതുപോലെ ചങ്ങമ്പുഴയുടെ തൂലികാ നാമമാണ്. ചങ്ങമ്പുഴ എന്നത് കൃഷ്ണപിള്ളയുടെ തൂലികാ നാമമാണ്. അപ്പം ചങ്ങമ്പുഴ എന്നത് കൃഷ്ണപിള്ളയുടെ തൂലികാ നാമമാണ്. അടുത്തത് NK ദേശം എന്ന തൂലികാ നാമം N കുട്ടിക്കൃഷ്ണപിള്ളയുടേതാണ്. NK ദേശം എന്ന തൂലികാ നാമം N കുട്ടിക്കൃഷ്ണപിള്ളയുടേതാണ്. അടുത്തത് NVN വി കൃഷ്ണവാര്യരുടെ തൂലികാ നാമമാണ് NVN എന്നത്. അപ്പോൾ NVN വി കൃഷ്ണവാര്യരുടെ തൂലികാ നാമമാണ്. അടുത്തത് പവനൻ. PV നാരായണൻ നായരുടെ തൂലികാ നാമമാണ് പവനൻ. ഇപ്പോൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. PV നാരായണൻ നായരുടെ തൂലികാ നാമം പവനൻ എന്നാണ്. അപ്പോൾ പവനൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് PV നാരായണൻ നായരാണ്. അടുത്തത് പ്രേംജി. പ്രേംജി എന്നത് MB ഭട്ടതിരിപ്പാടിൻ്റെ തൂലികാ നാമമാണ്. MB ഭട്ടതിരിപ്പാടിൻ്റെ തൂലികാ നാമമാണ് പ്രേംജി. അടുത്തത് അച്യുതൻ നമ്പൂതിരിയുടെ തൂലികാ നാമമാണ് അക്കിത്തം. അപ്പോൾ അക്കിത്തം എന്നത് അച്യുതൻ നമ്പൂതിരിയുടെ തൂലികാ നാമമാണ്. അടുത്തത് അഭയദേവ്. അഭയദേവ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് KK അയ്യപ്പൻ പിള്ളയാണ്. അപ്പോൾ അഭയദേവ് എന്ന തൂലികാ നാമം KK അയ്യപ്പൻ പിള്ളയുടേതാണ്. അപ്പോൾ KK അയ്യപ്പൻ പിള്ളയുടെ തൂലികാ നാമമാണ് അഭയദേവ്. അടുത്തത് P സച്ചിദാനന്ദൻ. P സച്ചിദാനന്ദൻ്റെ തൂലികാ നാമമാണ് ആനന്ദ്. അപ്പോൾ ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് P സച്ചിദാനന്ദനാണ്. അപ്പോൾ ആനന്ദ് എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് P സച്ചിദാനന്ദൻ. അടുത്തത് ആശാമേനോൻ. ആശാമേനോൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് K ശ്രീകുമാറാണ്. ഇനിഷ്യലി മാറ്റിത്തരാം, അതുകൂടി ഒന്ന് ഓർത്തേക്കുക. ആശാമേനോൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് K കൃഷ്ണകുമാറാണ്. K ശ്രീകുമാറാണ്. അപ്പോൾ ആശാമേനോൻ എന്ന തൂലികാ നാമം K ശ്രീകുമാറുടേതാണ്. അടുത്തത് ഇടമറുക്. TC ജോസഫിൻ്റെ തൂലികാ നാമമാണ് ഇടമറുക്. TC ജോസഫിൻ്റെ തൂലികാ നാമമാണ് ഇടമറുക്. അടുത്തത് M പൊന്നപ്പൻ. M പൊന്നപ്പൻ്റെ തൂലികാ നാമമാണ് MP അപ്പൻ എന്നത്. അപ്പോൾ M പൊന്നപ്പൻ എന്നതിൻ്റെ തൂലികാ നാമമാണ് MP അപ്പൻ. അടുത്തത് MN പാലൂർ എന്നത് മാധവൻ നമ്പൂതിരിയുടെ തൂലികാ നാമമാണ്. MN പാലൂർ എന്നത് മാധവൻ നമ്പൂതിരിയുടെ തൂലികാ നാമമാണ്. അടുത്തത് MRB എന്നത് M രാമൻ ഭട്ടതിരിപ്പാടിൻ്റെ തൂലികാ നാമമാണ്. അപ്പോൾ MRB എന്നത് M രാമൻ ഭട്ടതിരിപ്പാടിൻ്റെ തൂലികാ നാമമാണ്. അടുത്തത് ഇടശ്ശേരി.
ഇടശ്ശേരി. അപ്പോൾ ഗോവിന്ദൻ നായരുടെ തൂലികാനാമമാണ് ഇടശ്ശേരി. ഗോവിന്ദൻ നായരുടെ തൂലികാനാമത്തിൻ്റെ പേര് ഇടശ്ശേരി എന്നാണ്. അടുത്തത് ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ. അപ്പോൾ കെ നീലകണ്ഠൻ്റെ തൂലികാനാമമാണ് ഇന്ദുചൂടൻ. കെ നീലകണ്ഠൻ്റെ തൂലികാനാമമാണ് ഇന്ദുചൂടൻ. അടുത്തത് കെ പൊറ്റക്കാട്. അപ്പം അരുണൻ എന്ന പേരിൽ സാഹിത്യരചനകൾ നടത്തിയ വ്യക്തിയാണ് കെ പൊറ്റക്കാട്. അപ്പോൾ കെ പൊറ്റക്കാടിൻ്റെ തൂലികാനാമമാണ് അരുണൻ. കെ പൊറ്റക്കാടിൻ്റെ തൂലികാനാമത്തിൻ്റെ പേര് അരുണൻ എന്നാണ്. അപ്പോൾ ഓർക്കുക, കെ പൊറ്റക്കാടിൻ്റെ തൂലികാനാമം അരുണൻ എന്നാണ്. അടുത്തത് ടി വാസുദേവൻ നായരുടെ തൂലികാനാമമാണ് കെ സരള. ടി വാസുദേവൻ നായരുടെ തൂലികാനാമം കെ സരളയാണ്. ടി വാസുദേവൻ നായരുടെ തൂലികാനാമം കെ സരള. അടുത്തത് കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അപ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് കേരളൻ എന്നത്. അടുത്തത് കെ സച്ചിദാനന്ദൻ. അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ് നരേന്ദ്രൻ. അപ്പോൾ കെ സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ് നരേന്ദ്രൻ. കെ സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ് നരേന്ദ്രൻ. നമ്മൾ പറഞ്ഞത് കെ പൊറ്റക്കാടിൻ്റെ തൂലികാനാമം അരുണൻ എന്നാണ്. ടി വാസുദേവൻ നായരുടെ തൂലികാനാമമാണ് കെ സരള. അടുത്തത് പറഞ്ഞത് കേരളനാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് കേരളൻ. അപ്പോൾ കേരളൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അടുത്തത് കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ് നരേന്ദ്രൻ. അപ്പം നരേന്ദ്രൻ എന്ന തൂലികാനാമം കെ സച്ചിദാനന്ദൻ്റേതാണ്. അടുത്തത് നമ്മൾ പറഞ്ഞു നരേന്ദ്രൻ എന്നത് കെ സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ്. സുരേന്ദ്രൻ എന്നത് കെ നായനാരുടേതാണ്. അപ്പം നരേന്ദ്രൻ എന്ന തൂലികാനാമം കെ സച്ചിദാനന്ദൻ്റേതാണ്. അതുപോലെ സുരേന്ദ്രൻ എന്ന തൂലികാനാമം കെ നായനാരുടേതാണ്. അടുത്തത് വജ്രബാഹു. വജ്രബാഹു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമനാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ. വജ്രബാഹു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമനാണ്. അടുത്തത് തോപ്പിൽ ഭാസിയുടെ തൂലികാനാമമാണ് സോമൻ. തോപ്പിൽ ഭാസിയുടെ അപ്പോൾ ഓർക്കുക, തോപ്പിൽ ഭാസിയുടെ തൂലികാനാമം സോമൻ എന്നാണ്. അടുത്തത് നമ്മൾ പറഞ്ഞായിരുന്നു സുചിത്ര. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ തൂലികാനാമമാണ് സുചിത്ര എന്നത്. അപ്പോൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ തൂലികാനാമം സുചിത്ര എന്നാണ്. അപ്പോൾ കമലാദാസ് അല്ലെങ്കിൽ കമല സുരയ്യയുടെ തൂലികാനാമമാണ് മാധവിക്കുട്ടി. അപ്പോൾ കമലാദാസ് അല്ലെങ്കിൽ കമല സുരയ്യ രണ്ടും ഒരാളാണ്. അപ്പോൾ കമലാദാസ് അല്ലെങ്കിൽ കമല സുരയ്യയുടെ തൂലികാനാമമാണ് മാധവിക്കുട്ടി. അപ്പോൾ മാധവിക്കുട്ടി എന്ന തൂലികാനാമം കമലാദാസിൻ്റേതാണ്. കമലാദാസോ കമല സുരയ്യോ ഓപ്ഷനിൽ കാണും. അടുത്തത് സഞ്ജയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് മാണിക്കോത്ത് രാമൻ നായരാണ്. അപ്പോൾ മാണിക്കോത്ത് രാമൻ നായരുടെ തൂലികാനാമമാണ് സഞ്ജയൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ തൂലികാനാമങ്ങൾ എന്ന കാറ്റഗറിയിൽ പഠിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് അപരനാമങ്ങൾ വിശേഷണങ്ങൾ എന്ന പാഠത്തെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എഴുത്തുകാരുടെ അപരനാമങ്ങളും വിശേഷണങ്ങളുമാണ്. അപ്പം കേരള വ്യാസൻ എന്ന് അറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അപ്പോൾ കേരള വ്യാസൻ എന്നറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അടുത്തത് കേരള കാളിദാസൻ. കേരള കാളിദാസൻ. അപ്പോൾ കേരള വ്യാസൻ എന്നറിയപ്പെട്ടിരുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അങ്ങനെയാണെങ്കിൽ കേരള കാളിദാസൻ എന്നറിയപ്പെട്ടിരുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള തുളസീദാസ് എന്നറിയപ്പെട്ടിരുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അപ്പം കേരള തുളസീദാസ് എന്നറിയപ്പെട്ടിരുന്നത്
വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അപ്പോൾ ഓർക്കുക, കേരള വ്യാസൻ എന്നറിയപ്പെട്ടത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും കേരള കാളിദാസൻ എന്നറിയപ്പെട്ടിരുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കേരള തുളസീദാസ് എന്നറിയപ്പെട്ടിരുന്നത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അടുത്തത് കേരള സൂർദാസ്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരിയാണ്. അപ്പം കേരള സൂർദാസ് എന്നറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരിയാണ്. അടുത്തത് അന്തസംഘർഷത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അന്തസംഘർഷത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അതുപോലെ സ്നേഹഗായകനെന്നും ആശയഗംഭീരനെന്നും അറിയപ്പെടുന്നതും കുമാരനാശാനാണ്. അപ്പോൾ ആശാൻ ആശയഗംഭീരൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അന്തസംഘർഷത്തിൻ്റെ കവിയെന്നും സ്നേഹഗായകനെന്നും എന്നൊക്കെ അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. അടുത്തത് പണ്ഡിതനായ കവി. പണ്ഡിതനായ കവി എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. പണ്ഡിതനായ കവി, അതുപോലെ ഉജ്ജ്വല ശബ്ദാഠ്യൻ, ഉല്ലേഖഗായകൻ, കേരളഹർഷൻ, കേരള ശ്രീഹരി എന്നൊക്കെ അറിയപ്പെടുന്നത് ഉള്ളൂരാണ്. അപ്പോൾ ഉള്ളൂരിൻ്റെ വിശേഷണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പണ്ഡിതനായ കവി, ഉജ്ജ്വല ശബ്ദാഠ്യൻ, ഉല്ലേഖഗായകൻ, കേരളഹർഷൻ, കേരള ശ്രീഹരി, അതുപോലെ കേരള വാൽമീകി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഉള്ളൂർ. അടുത്തത് കേരള വാൽമീകി. അപ്പോൾ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. അതുപോലെ കേരള ടാഗോർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും വള്ളത്തോളാണ്. അപ്പോൾ വള്ളത്തോളിൻ്റെ അപരനാമങ്ങളാണ് നമ്മൾ പറയുന്നത്. കേരള വാൽമീകി എന്നും കേരള ടാഗോർ എന്നും കേരള ടെന്നിസൺ, അതുപോലെ കേരള പൂങ്കുയിൽ, ശബ്ദസുന്ദരൻ, ഇന്ത്യൻ ദേശീയതയുടെ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് വള്ളത്തോളാണ്. അപ്പോൾ നമ്മൾക്ക് താഴെ നിന്ന് നോക്കാം. ഇന്ത്യൻ ദേശീയതയുടെ കവി, അതുപോലെ ശബ്ദസുന്ദരൻ, പൂങ്കുയിൽ, കേരള ടാഗോർ, കേരള ശ്രീഹരി, കേരള വാൽമീകി, അപ്പോൾ കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള ടാഗോർ എന്നും കേരള ടെന്നിസൺ എന്നും കേരള പൂങ്കുയിലെന്നും ശബ്ദസുന്ദരനെന്നും ഇന്ത്യൻ ദേശീയതയുടെ കവി എന്നുമൊക്കെ അറിയപ്പെടുന്നത് വള്ളത്തോളാണ്. അതുപോലെ കേരള ശ്രീഹരി, കേരള ഹർഷൻ, ഉല്ലേഖഗായകൻ, ഉജ്ജ്വല ശബ്ദാഠ്യൻ, പണ്ഡിതനായ കവി എന്നീ വിശേഷണങ്ങളുള്ളത് ഉള്ളൂരിനുമാണ്. അതുപോലെ കേരള പാണിനി എന്ന വിശേഷണമുള്ളത് AR രാജരാജവർമ്മയ്ക്കാണ്. അപ്പോൾ കേരള പാണിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. അടുത്തത് കേരള ഇബ്സൺ. കേരള ഇബ്സൺ എന്ന അപരനാമം N കൃഷ്ണപിള്ളയുടേതാണ്. അപ്പോൾ കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. അടുത്തത് കേരള മോപ്പസാങ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. കേരള മോപ്പസാങ് എന്ന തൂലികാനാമം അല്ലെങ്കിൽ വിശേഷണം ലഭിച്ചത് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കാണ്. അടുത്തത് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ളയാണ്. അപ്പോൾ കേരള മോപ്പസാങ് എന്നും കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നും അറിയപ്പെട്ടിരുന്ന ആളാണ് തകഴി ശിവശങ്കരപ്പിള്ള. അടുത്തത് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനാണ്. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനാണ്. അതുപോലെ കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയാണ്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയാണ്. അതുപോലെ കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ളയാശാനാണ്. തിരിഞ്ഞു പോകരുത്. കേരള ചോസർ എന്നറിയപ്പെടുന്നത് ചീരാമകവിയും കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാനുമാണ്. അടുത്തത് കേരള ഹെമിംഗ്വേ. കേരള ഹെമിംഗ്വേ എന്ന വിശേഷണമുള്ളത് MT വാസുദേവൻ നായർക്കാണ്. കേരള ഹെമിംഗ്വേ എന്ന വിശേഷണമുള്ളത് MT വാസുദേവൻ നായർക്കാണ്. അടുത്തത് CV രാമൻ പിള്ളയുടെ
CV രാമൻപിള്ള എന്നത് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ളയാണ്. കേരള സ്കോട്ട് CV രാമൻപിള്ള. അതുപോലെ വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നതും CV രാമൻപിള്ള തന്നെയാണ്. അപ്പോൾ കേരള സ്കോട്ട് എന്നും വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നതും CV രാമൻപിള്ളയാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് കേരള എലിയറ്റ്. കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് NN കക്കാടാണ്. കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് NN കക്കാടാണ്. അതുപോലെ കേരള മാർക്ക് ട്വൈൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. കേരള മാർക്ക് ട്വൈൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അടുത്തത് കേരള ക്ഷേമേന്ദ്രൻ. കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മയാണ്. കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്നത് വടക്കുംകൂർ രാജരാജവർമ്മ. അതുപോലെ വാത്സല്യത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മയാണ്. വാത്സല്യത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയാണ്. എന്നാൽ മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് അതും ബാലാമണി അമ്മ തന്നെയാണ്. അപ്പോൾ വാത്സല്യത്തിൻ്റെ കവയിത്രി, മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ബാലാമണി അമ്മയാണ്. വിഷാദത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ്. വിഷാദത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ്. വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നതാണ് TA രാജലക്ഷ്മി. അപ്പോൾ വിഷാദത്തിൻ്റെ കഥാകാരി, വിഷാദത്തിൻ്റെ കവയിത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് വിഷാദത്തിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് TA രാജലക്ഷ്മിയാണ്. TA രാജലക്ഷ്മി കേരള എമിലി ബ്രോണ്ടി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് വിഷാദത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ്. അതുപോലെ മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നതും സുഗതകുമാരിയാണ്. ബാലാമണിയമ്മയാണ്. മാതൃത്വത്തിൻ്റെ കവയിത്രി ബാലാമണിയമ്മയാണ്. വിഷാദത്തിൻ്റെ കവയിത്രി സുഗതകുമാരിയാണ്. മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം. വാത്സല്യത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മയാണ്. വാത്സല്യത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മയാണ്. അതുപോലെ മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നതും ബാലാമണിയമ്മയാണ്. വിഷാദത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരിയാണ്. വിഷാദത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് സുഗതകുമാരി. അതുപോലെ വിഷാദത്തിൻ്റെ കഥാകാരി, അതുപോലെ കേരള എമിലി ബ്രോണ്ടി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് TA രാജലക്ഷ്മിയാണ്. അടുത്തത് വയനാടിൻ്റെ കഥാകാരി എന്ന വിശേഷണമുള്ളത് P വത്സലയ്ക്കാണ്. അപ്പോൾ വയനാടിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്നത് P വത്സലയാണ്. അടുത്തത് കേരള പുഷ്കിൻ. കേരള പുഷ്കിൻ എന്ന അപരനാമമുള്ളത് ONV കുറുപ്പിനാണ്. അപ്പോൾ ONV കുറുപ്പിൻ്റെ അപരനാമമാണ് കേരള പുഷ്കിൻ. അടുത്തത് മലയാളത്തിലെ ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. മലയാളത്തിലെ ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. അപ്പോൾ മലയാളത്തിൻ്റെ ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാടാണ്. അടുത്തത് മലയാളത്തിൻ്റെ ഓർഫ്യൂസ്. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. അടുത്തത് പ്രണയത്തിൻ്റെ കവി. പ്രണയത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. പ്രണയത്തിൻ്റെ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അതുപോലെ മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യരാണ്. അപ്പം മോയിൻകുട്ടി വൈദ്യരുടെ മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്നത് മോയിൻകുട്ടി വൈദ്യരാണ്. അപ്പോൾ പ്രണയത്തിൻ്റെ കവി എന്നറിയപ്പെടുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. മുസ്ലിം കാളിദാസൻ എന്നറിയപ്പെടുന്ന മോയിൻകുട്ടി വൈദ്യരും, അതുപോലെ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയുമാണ്. അടുത്തത് സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു PK നാരായണപിള്ളയാണ്. സാഹിത്യ പഞ്ചാനനൻ PK നാരായണപിള്ള. അതുപോലെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ്. വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ്. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ തന്നെ. അപ്പോൾ തൂലിക പടവാളാക്കിയ കവി, അതുപോലെ വിപ്ലവ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ്. അടുത്തത് ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. ജനകീയ കവി എന്നറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാർ. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെടുന്നതും
കുഞ്ചൻ നമ്പ്യാരാണ്. കവിത ചാട്ടവാറാക്കിയ കവി കുഞ്ചൻ നമ്പ്യാർ. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ. അതുപോലെ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായരാണ്. അടുത്തത് ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. ദാർശനിക കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. അതുപോലെ സൂര്യകാന്തിയുടെ കവി, മൃത്യുബോധത്തിൻ്റെ കവി, കേരളത്തിലെ മിസ്റ്റിക് കവി എന്നൊക്കെ അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ കേരളത്തിലെ മിസ്റ്റിക് കവി എന്നും മൃത്യുബോധത്തിൻ്റെ കവി, സൂര്യകാന്തിയുടെ കവി, ദാർശനിക കവി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. അടുത്തത് താമരത്തോണിയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ്. താമരത്തോണിയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ. അടുത്തത് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. അടുത്തത് കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. അടുത്തത് ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അതുപോലെ ക്ഷുഭിത യൗവനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. ക്ഷുഭിത യൗവനത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ്. കറുത്ത ചിരിയുടെ കവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അയ്യപ്പ പണിക്കർ. കറുത്ത ചിരി എന്നത് അയ്യപ്പ പണിക്കരുടെ അപരനാമമാണ്. കറുത്ത ചിരി അയ്യപ്പ പണിക്കരുടെ അപരനാമമാണ്. അപ്പോൾ കറുത്ത ചിരിയുടെ കവി എന്നറിയപ്പെടുന്നത് അയ്യപ്പ പണിക്കരാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ള ടോപ്പിക്ക്. നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോയി ഒന്നുകൂടി വായിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കറുത്ത ചിരിയുടെ കവി എന്ന തൂലികാനാമം അപരനാമം അയ്യപ്പ പണിക്കരുടേതാണ്. അപ്പോൾ അയ്യപ്പ പണിക്കരുടെ അപരനാമത്തിൻ്റെ പേരാണ് കറുത്ത ചിരിയുടെ കവി. അദ്ദേഹത്തിൻ്റെ വിശേഷണമാണ് കേട്ടോ. അപ്പോൾ അയ്യപ്പ പണിക്കരുടെ വിശേഷണം അല്ലെങ്കിൽ അപരനാമം ആണ് കറുത്ത ചിരിയുടെ കവി എന്നറിയപ്പെടുന്നത്. അദ്ദേഹമാണ് അയ്യപ്പ പണിക്കർ. അപ്പോൾ ഇത്രയുമാണ് സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എഴുത്തുകാരും അവരുടെ തൂലികാനാമങ്ങളും പിന്നെ പ്രധാനപ്പെട്ട അപരനാമങ്ങളുമാണ്. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.